Hello everyone. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ചാപ്റ്റർ 1 അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാപ്റ്റർ 1 അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പിനകത്ത് വരുന്ന ചില അഡ്ജസ്റ്റ്മെൻ്റൽ ഐറ്റംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. So calculation of interest on drawings. Interest is to be charged on the withdrawals made by the partners if it has been specifically mentioned in the partnership deed. സോ എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ഇൻട്രസ്റ്റ് എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടത്? ഇറ്റ് ഹാസ് ടു ബി ചാർജ് ഓൺ ദ വിഡ്രോവൽസ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ് ഇഫ് ഇറ്റ് ഹാസ് ബീൻ സ്പെസിഫിക്കലി, ആ ഒരു വേർഡ് നിങ്ങൾ നോക്കണം, സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ഇൻട്രൊഡക്ടറി ഐറ്റംസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി കോൺസെപ്റ്റ്സുകൾ പഠിക്കുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് പഠിച്ചു. സോ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിനകത്ത് അവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ പർപ്പസിന് വേണ്ടി അവർ ഒരു എമൗണ്ടോ അല്ലെങ്കിൽ ഗുഡ്സോ അല്ലെങ്കിൽ മണി വർത്ത് എന്തെങ്കിലും വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡ്രോയിങ്സ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വിഡ്രോവൽസ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. ഓക്കെ, interest on drawings is an income for the firm and it should be credited to the P&L appropriation, profit and loss appropriation account, and an expense to each partners, and it is debited to partners capital account. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താ? അവർ ഒരു എമൗണ്ട്, പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്നൊരു എമൗണ്ട് വിഡ്രോ ചെയ്യണം. ആ വിഡ്രോ ചെയ്യുന്നതിൻ്റെ പുറത്ത് നമ്മൾ ബിസിനസ് എന്ത് ചെയ്യണം? ഒരു സെർട്ടീൻ എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യണം. നിങ്ങൾ ഇത്ര രൂപ ബിസിനസ്സിൽ നിന്ന് എടുക്കുമ്പോൾ ബിസിനസ്സിലോട്ട് നിങ്ങൾ അഡീഷണലി ഇത്ര ഒരു പെർസെൻറ്റേജ് എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തരണം എന്ന് പറയണം. അതിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഇങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ? അവർക്കതൊരു ഇൻകം ആണ്, അല്ലേ? ഒരു എമൗണ്ട് ബിസിനസ്സിൽ നിന്ന് പോകുന്നു, അതിന് തിരിച്ച് പകരമായിട്ട് ആ എമൗണ്ടും തിരിച്ചു കിട്ടും, അതിൻ്റെ കൂടെ ഒരു ഇൻട്രസ്റ്റ് കൂടെ ബിസിനസ് അവിടെ ഏൺ ചെയ്യുന്നുണ്ട്. സോ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഇൻകം ആയിട്ടാണ്. ഇൻകം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലോട്ട് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അതുപോലെ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ? ഓരോ പാർട്ട്നേഴ്സും വിഡ്രോ ചെയ്യുന്ന ഓരോ പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എവിടെ ഡെബിറ്റ് ചെയ്യുന്നു? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സോ പാർട്ട്നേഴ്സ് യൂഷ്വലി വിഡ്രോ എമൗണ്ട്സ് ഫ്രം ദ ഫേം അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പാർട്ട്നേഴ്സ് പൊതുവെ എമൗണ്ട് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് ഫേമിൽ നിന്ന്? റെഗുലർ ഇൻ്റർവെൽ ബേസിസിലായിരിക്കും എന്നാണ് പറയുന്നത്. ഹെൻസ് കൺസിഡറിങ് 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ്: റേറ്റ്, എമൗണ്ട്, പീരിയഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഷുഡ് ബി കാൽക്കുലേറ്റഡ്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ എത്ര രൂപയാണ് അവർ വിഡ്രോ ചെയ്തിട്ടുള്ളത്, അതുപോലെ എത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ എത്ര മാസത്തേക്ക്, എത്ര പീരിയഡിലോട്ടാണ് ആ എമൗണ്ട് അല്ലെങ്കിൽ മണീസ് വർത്ത് എന്ന് പറയുന്ന ഗുഡ്സ് ആയിക്കോട്ടെ അത് വിഡ്രോ ചെയ്തിട്ടുള്ളതെന്നും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇത് തന്നെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നോക്കിയിട്ടുള്ളത്, അല്ലേ? സോ ഇനി ഇതിൻ്റെ ജേർണൽ എൻട്രീസ് പറയാം. ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനായിട്ടുള്ള ജേർണൽ എൻട്രീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഡെബിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് അതെന്താണ്? ഒരു എക്സ്പെൻസ് ആണ് പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. ഇൻകം ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മളത് എന്താ ചെയ്യാണ്? ക്രെഡിറ്റ് ആണ് ചെയ്യാണ്, അല്ലേ? ഏത് വഴിയാണ് അത് ഇൻക്രീസ് ആയത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ത്രൂ ആണത് ഇൻക്രീസ് ആയത്. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഇത് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ജേർണൽ എൻട്രിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പാർട്ട്ണറിൻ്റെ കറൻറ്റ് അക്കൗണ്ട് ആയിരിക്കും
ഡെബിറ്റ് ചെയ്യേണ്ടത്. കാരണം അവിടെ ഫിക്സഡ് മെത്തേഡിനകത്ത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ക്യാപിറ്റൽ മാത്രം നമ്മൾ മെൻഷൻ ചെയ്യുള്ളൂ. കറണ്ട് അക്കൗണ്ടിനകത്ത് നമ്മൾ എന്തുകൂടെ മെൻഷൻ ചെയ്യും, ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ കറണ്ട് അക്കൗണ്ടിനകത്താണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. സെയിം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. ദെൻ ടു ക്ലോസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മൾ ആ ലോൺ തിരിച്ചടച്ചിട്ട് ആ ലോൺ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യില്ലേ, സോ അതുപോലെ ടു ക്ലോസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് വരുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താണ് നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്താൽ അത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. സോ അത് നേരത്തെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, അത് ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യാനായിട്ട് അതിൻ്റെ റിവേഴ്സ് ആക്ഷൻ ആയിട്ടുള്ള ഡെബിറ്റ് ചെയ്യുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം ആ ഇൻകം നമ്മൾ എവിടെയാണ് ചാർജ് ചെയ്യുന്നത്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലോട്ട് പോകും അല്ലേ. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് സൈഡ് പോകാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻകം ഇൻക്രീസ് ആവുകയാണ്, അപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. ഓക്കെ, ഇനി നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് രീതിയിൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. സോ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് വേസ് ഓഫ് കമ്പ്യൂട്ടിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ദ എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഇസ് ഗിവൺ. സോ ആ ഒരു കേസസിൽ എത്രയാണ് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ആ വിഡ്രോവൽ നടത്തിയിട്ടുള്ളതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇയർ എൻഡ് ഓഫ് എ ഫോം ഇസ് 31st December എവറി ഇയർ. ഈ ഒരു ഫോമിൻ്റെ ഇപ്പോൾ ഒരു ഫോം എ എന്ന് പറയുന്ന ഒരു ഫോമിൻ്റെ ക്ലോസിങ് ഇയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻഡിങ് ഇയർ മന്ത് എന്ന് പറയുന്നത് 31st December ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോഹൻ എന്ന് പറയുന്നത് പാർട്ട്ണർ വിഡ്രോ 6,000 rupees ഓൺ 1st July. എപ്പോഴാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്, 1st July മോഹൻ എന്ന് പറയുന്ന പാർട്ട്ണർ 6,000 രൂപയാണ് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 9% per annum എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് നോക്കണം. എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, 6,000 rupees ആണ് അല്ലേ. സോ 6,000 rupees നമ്മൾ എഴുതുന്നു. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്യാം, ഓർ പീരിയഡ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഞാൻ പീരിയഡാണ് ആദ്യം എടുത്തിട്ടുള്ളത്. സോ എത്ര മന്തിലോട്ടാണ് നമ്മളിത് ചാർജ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഓരോ വർഷത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവർ മേ ബി ആ എമൗണ്ട് 6,000 rupees മേ ബി 2 years അവർ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ 2 yearsൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ആ എമൗണ്ട് വിഡ്രോ ചെയ്തത് ആ ഡേറ്റ് മുതൽ ആ ഇയർ എപ്പോഴാണോ എൻഡ് ആവുന്നത് ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് മാത്രമാണ് നമുക്ക് ഈ വർഷത്തോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ എപ്പോഴാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്, 1st July വിഡ്രോ ചെയ്തിട്ടുള്ളത്. 31st December ആണ് നമ്മളുടെ ക്ലോസിങ് മന്ത് എന്ന് പറയുന്നത്. സോ 1st July to 31st December കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6 month ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ജൂലൈ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കാരണം 1st July ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജൂലൈ മന്തിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ ആര് കൊടുക്കണം, മോഹൻ എന്ന് പറയുന്ന പാർട്ട്ണർ കൊടുക്കണം. ഓക്കെ, അങ്ങനെയല്ല ഇപ്പോൾ 31st July വിഡ്രോ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 5 month വരുള്ളൂ. കാരണം ജൂലൈ ഓൾറെഡി കഴിഞ്ഞു, 30-31 എടുക്കുന്നുണ്ടെങ്കിൽ ആ മന്ത് നമ്മൾ കൺസിഡർ ചെയ്യില്ല അല്ലേ. ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആ മന്ത് കൂടെ കൺസിഡർ ചെയ്തിട്ട് 6 months നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6/12 അല്ലേ. എപ്പോഴും നമ്മൾ പീരിയഡ് 1 yearനകത്താവുന്ന സമയത്ത് നമ്മൾ മന്ത്ലി ബേസിസ് ആവുമ്പോൾ 6 divided by 12 ചെയ്യണം. ഓക്കെ, 12 എന്ന് പറയുന്നത് മന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി എത്രയാണോ പെർസെൻറ്റേജ്, 9%. 9% എങ്ങനെയാണ് എഴുതുന്നത്, 9/100 ഇൻറ്റു 9/100. സോ എത്രയാണ് മോഹൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, 270 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട്
ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് നോക്കാം. ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഇസ് നോട്ട് ഗിവൺ എന്നാണ് ക്വസ്റ്റ്യനിൽ ഈ ഒരു കേസിൽ പറയുന്നത്. ഡേറ്റ് ഓഫ് എപ്പോഴാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ എമൗണ്ട് എത്രയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതുപോലെ എത്ര റേറ്റിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട രീതി എന്നാണ് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുന്നത്. ഇഫ് ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് ഇസ് നോട്ട് ഗിവൺ, ഇറ്റ് മേ ബി അസ്യൂംഡ് ദാറ്റ് ഡ്രോയിങ്സ് were made evenly throughout the year. In such case, the interest should be for 6 months on the whole amount. ഓക്കെ, ഡേറ്റ് തരാത്ത കേസസിൽ നമ്മൾ എത്ര മന്തിലോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 6 മാസത്തിലോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അസംഷൻ്റെ ബേസിസിലാണ് പറയുന്നത്. ഡ്രോയിങ്സ് നടത്തിയിട്ടുള്ളത് ത്രൂ ഔട്ട് ദ ഇയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 6 മന്തിലോട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 14. രാജൻ എ പാർട്ട്ണർ വിഡ്രോ 6,000 rupees ഇൻ എ ഇയർ. ഓക്കെ, ഏത് മന്ത് ആണെന്ന് ഇവിടെ കേസിൽ പറഞ്ഞിട്ടില്ല. സോ ആൻഡ് ഇൻട്രസ്റ്റ് ഇസ് ചാർജബിൾ ഓൺ ഡ്രോയിങ്സ് അറ്റ് 12% പെർ ആനം. എത്ര പെർസെൻറ്റേജ് ആണ്? 12% ചാർജ് ചെയ്യേണ്ടത് എങ്കിൽ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 6,000 rupees ഇൻറ്റു എത്രയാണ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടത്? 12% ആണ് അല്ലേ? 12% എന്ന് പറയുമ്പോൾ 12/100. ഇങ്ങനെ എഴുതിയാൽ മതിയോ? പോരാ. കാരണം എപ്പോഴാണ് വിഡ്രോ ചെയ്തിട്ടുള്ളതെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 6 മന്തിലോട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രം എടുക്കരുത്. 6 മന്തിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് ഇവിടെ ഈ ഒരു കേസസിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6,000 rupeesന് 6/12 ഇൻറ്റു 12% ഡിവൈഡഡ് ബൈ 100 അല്ലേ? സോ 360 rupees ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ രാജനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി തേർഡ് കേസ് നോക്കാം. ഡിഫറെൻറ്റ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവൽസ്. ഡിഫറെൻറ്റ് ഇൻ്റർവൽസിൻ്റെ കേസസിൽ നമ്മൾ ഡിഫറെൻറ്റ് എമൗണ്ട് ആണ്. നമ്മൾ ഇത്ര നേരത്തെ പഠിച്ചത് എന്താണ്? നമ്മൾ എപ്പോഴാണ് വിഡ്രോ ചെയ്തത് നമുക്കറിയത്തില്ല. സോ നമ്മൾ 6 മന്ത് എടുത്തു. ഇനി ഡിഫറെൻറ്റ് ഇൻ്റർവൽസിൽ അത് ഏതൊക്കെ ഇൻ്റർവൽസ് ആണ് എന്നുള്ളത് നമുക്ക് ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കേസസ് ഉണ്ട്. സോ ഇവിടെ ഡിഫറെൻറ്റ് ഇൻ്റർവൽസിൽ ഡിഫറെൻറ്റ് എമൗണ്ട് നമ്മൾ ഈ മാസം ചിലപ്പോൾ 1,000, അടുത്ത മാസം മേ ബി 2,000, അങ്ങനെ ആ ഒരു കേസസിലാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. When the dates of drawings and the different amounts withdrawn are clearly stated, and the interest may be calculated with the help of the product method. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കേസസിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണ് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്, എത്ര രൂപയാണ്, ഡിഫറെൻറ്റ് എമൗണ്ട്സ് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ഓക്കെ, ദ ഫോളോയിങ് പ്രൊസീജിയർ ഇസ് അഡോപ്റ്റഡ് ടു അറൈവ് അറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കോർഡിംഗ് ടു ദ പ്രോഡക്റ്റ് മെത്തേഡ്. സോ പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേറ്റ് ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആൻഡ് ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ദി അക്കൗണ്ട്സ് ഇൻ ഈച്ച് ഓഫ് ഡ്രോയിങ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ ഒരു 4 തവണ ഒരു ബിസിനസ്സിലെ പാർട്ട്ണർ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഡ്രോയിങ്സും എപ്പോഴാണോ എടുത്തത് അത് മുതൽ ആ ക്ലോസിങ് ഇയർ, ഇപ്പോൾ 31st December ആണ് ക്ലോസിങ് ഇയർ എന്ന് പറയുന്നെങ്കിൽ ആ ഓരോ വിഡ്രോവൽസിൻ്റെയും സ്റ്റാർട്ടിങ് ഡേറ്റ് മുതൽ അതിൻ്റെ ക്ലോസിങ് ഡേറ്റ് വരെയുള്ള പീരിയഡ് ടൈം പീരിയഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ജൂലൈയിൽ ഒരു വിഡ്രോവൽ നടത്തി, അങ്ങനെയെങ്കിൽ ജൂലൈ ടു 31st December 6 months ആണ് ഒന്നാമത്തെ വിഡ്രോവലിൻ്റെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത്, ഇപ്പോൾ ഒരു ഓഗസ്റ്റ് 31st നടത്തിയതെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര മന്ത് ഉണ്ട്? 31st August ആണല്ലേ. സോ ബാക്കി എത്ര മാസം ഉണ്ട്? 4 months ഉണ്ട്.
സോ അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് ആ എടുത്ത ഡേറ്റ് മുതൽ ക്ലോസിങ് ഇയർ എൻഡ് വരെയുള്ള ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? മൾട്ടിപ്ലൈ ദ പീരിയഡ്, സോ കാൽക്കുലേറ്റഡ് ദ റെസ്പെക്റ്റീവ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്. ദിസ് ഇസ് കോൾഡ് ദ പ്രോഡക്റ്റ്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തു, ആ പീരിയഡ് ഇൻറ്റു എത്ര രൂപയാണോ ആ പീരീഡിലോട്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുള്ളത് അതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ജൂലൈയിലും ഫസ്റ്റ് ജൂലൈയിൽ നമ്മളൊരു 10,000 റുപ്പീസാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. സോ ആ 10,000 റുപ്പീസിൻ്റെ ടൈം പീരീഡ് നമുക്കറിയാം 6 മന്ത് ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. സോ നമ്മൾ ആ പീരീഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 6/12 നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഓരോ തവണ വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെയും പീരിയഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? ആഡ് അപ്പ് വേരിയസ് പ്രോഡക്ട്സ്. നമ്മൾ ഓരോ തവണയും മൾട്ടിപ്ലൈ ചെയ്ത്, ഇപ്പോൾ 4 പ്രാവശ്യം നമ്മൾ ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4 തവണ ചെയ്തതിൻ്റെയും എമൗണ്ട് ഇൻറ്റു പീരിയഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ടോട്ടൽ എമൗണ്ട് കിട്ടില്ലേ. ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇത് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. 4 തവണ വിഡ്രോ ചെയ്തു, അതിൻ്റെ പീരിയഡ് മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം ഓരോ ആ മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുക. അതാണ് ആഡ് അപ്പ് ദ വേരിയസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഈ ഫോർത്ത് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഫോർ 1 month ഓൺ ദ സം ഓഫ് ദ പ്രോഡക്ട്സ് അറ്റ് ദ റേറ്റ് ഓഫ് പെർസെൻറ്റേജ്. അതായത് നമ്മൾ ഈ ആഡ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര മാസത്തിലോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1 മാസത്തിലോട്ട് മാത്രമായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വിത്ത് ദ റേറ്റ് പെർസെൻറ്റേജ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇലിസ്ട്രേഷൻ 15. മോഹൻ, എ പാർട്ട്ണർ ഇൻ എ ഫേം, വിഡ്രോ ദ ഫോളോയിങ് എമൗണ്ട്സ് ഡ്യൂറിങ് ദ ഇയർ 2020. ഓക്കെ, 2020 എന്ന് പറയുന്ന വർഷത്ത് മോഹൻ എന്ന് പറയുന്ന പാർട്ട്ണർ വിഡ്രോ ചെയ്ത കുറേ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഫെബ്രുവരി മുതൽ 31 ഡിസംബർ വരെ എമൗണ്ടുകൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അത് ഒരേ എമൗണ്ട് അല്ല, പലതരത്തിലുള്ള എമൗണ്ട്, ഡിഫറെൻറ്റ് വാല്യൂയിലുള്ള എമൗണ്ടുകളാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യേണ്ടത് 15% ആണ്. അസ്യൂമിങ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് 31 ഡിസംബറിലാണ്. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഫെബ്രുവരിയിൽ പുള്ളിക്കാരൻ മോഹൻ എന്ന് പറയുന്ന പാർട്ട്ണർ 2,000 റുപ്പീസ് വിഡ്രോ ചെയ്തു. അതുപോലെ മെയ് 1 5,000 വിഡ്രോ ചെയ്തു. ജൂൺ 30 2,000 വിഡ്രോ ചെയ്തു. ഒക്ടോബർ 31 എത്ര? 6,000 റുപ്പീസ് വിഡ്രോ ചെയ്തു. ഡിസംബർ 31 2,000 റുപ്പീസ് വിഡ്രോ ചെയ്തു. ഇത് എത്രയാണ്? ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിൽ ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് എന്താ നമുക്ക് അറിയേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രോഡക്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഓക്കെ, സോ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ആദ്യം നമ്മൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എഴുതുക. ഓക്കെ, അതാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ട സമയത്ത് ആദ്യം ചെയ്യേണ്ടത്. ഡേറ്റ് എഴുതുന്നു, എമൗണ്ട് എഴുതുന്നു. ഇനി ഇതിൻ്റെ പീരിയഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എങ്ങനെയാണ് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1 ഫെബ്രുവരി ആണ് അല്ലേ. 1 ഫെബ്രുവരി മുതൽ 31 ഡിസംബർ ആണ് ക്ലോസിങ് ഇയർ എന്ന് നമുക്ക്, ക്ലോസിങ് മന്ത് എന്ന് നമുക്കറിയാം. സോ 1 ഫെബ്രുവരി മുതൽ 31 ഡിസംബർ വരെ എത്ര മാസം ഉണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കുക. ഓക്കെ, അറിയാത്തവരൊന്ന് എണ്ണി നോക്കുക. അങ്ങനെയെങ്കിൽ നമുക്കറിയാം അത് 11 മാസമാണ് അവിടെ ഉള്ളത്. ഇനി 1 മെയ്ക്ക് വിഡ്രോ ചെയ്ത 5,000 റുപ്പീസിൻ്റെ പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് അവിടെ വരുന്ന പീരീഡ്? 8 മാസം ഉണ്ട്, മെയ് 1 മുതൽ 31 ഡിസംബർ വരെ. ഇനി ജൂൺ 30 ആവുന്ന സമയത്ത് ജൂൺ കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട, കാരണം ജൂൺ അവസാനമാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജൂലൈ മുതലുള്ള മാസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര മാസം വരുന്നുണ്ട്? 6 മാസം. ഇനി ഒക്ടോബർ 31 നമ്മൾ എടുക്കണോ? വേണ്ട, ഒക്ടോബർ കഴിഞ്ഞിട്ടുള്ള നവംബറും ഡിസംബറും 2 മാസം എടുത്താൽ മതി. 31 ഡിസംബർ ആണ് ലാസ്റ്റ് വിഡ്രോ ചെയ്തത്. 31 ഡിസംബറിന് തന്നെയല്ലേ നമ്മുടെ ക്ലോസിങ് ഇയർ എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും മന്ത് അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്രയാണ്? 0 ആണ് പീരിയഡ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത്?
സോ 2000 ഇൻറ്റു എത്രയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? പീരിയഡ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എത്ര മാസം? 11 മാസം അല്ലേ? 2000 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 22,000 രൂപയായിരിക്കും അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി 5,000 ഇൻറ്റു പീരിയഡ് എത്രയാണ്? 8 മന്ത്സ് 40,000. അങ്ങനെ ഓരോന്നിൻ്റെയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇവിടെ 2000 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും വരുന്നില്ല, 0 തന്നെയാണ്. സോ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. 22,000 പ്ലസ് 40,000 പ്ലസ് 12,000 പ്ലസ് 12,000 ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 86,000 റുപ്പീസ് ആയിരിക്കും ടോട്ടലായിട്ട് വരിക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ 1 മന്ത് ഓൺ ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ സം ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാ? 86,000 രൂപയാണ് സം ഓഫ് ദ പ്രോഡക്റ്റ്. അതിൻ്റെ 1 മന്തിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ആക്കാൻ മതി. 1 മന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 മന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 6/12 ചെയ്തു അല്ലേ? അപ്പോൾ 1 മന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നമ്മൾ എടുക്കേണ്ടത്? 1/12 ആണ് നമ്മൾ 1 മന്തിൻ്റെ ഇൻട്രസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എത്രയാണ്? 86,000 ഇൻറ്റു 1/12. ഇത് ഫിക്സഡ് ആണ്. ഈ മന്ത് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡിൽ മാറില്ല. 1/12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. സോ 86,000 ഇൻറ്റു 1/12 ഇൻറ്റു എത്രയാണ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 15/100. പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ ദിസ് കേസ്? 1,075. ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് യൂസിങ് പ്രോഡക്റ്റ് മെത്തേഡ്. ക്ലിയർ അല്ലേ? സോ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ പാർട്ട് നമുക്ക് സെക്കൻഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.